അസ്സലാമു അലൈക്കും. ക്യാൻസർ രോഗത്തിനുള്ള ഒരു ആത്മീയ ചികിത്സ, അത് എങ്ങനെ ഖുറാനിലെ ആയത്തുകൾ കൊണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഫാത്തിഹ 3 പ്രാവശ്യം ഓതുക, സൂറത്തുൽ മുനാഫിഖൂന 1 പ്രാവശ്യം, പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ ആയത്ത് 1 പ്രാവശ്യം ഓതുക. പിന്നീട് ത്വാഹയിലെ വയസ്അലൂനക എന്ന് തുടങ്ങുന്ന ആയത്ത്, അതിൻ്റെ ആ സൂറത്തിൻ്റെ അവസാനം വരെ ഓതി 1 പ്രാവശ്യം നിർത്തുക. പിന്നീട് സൂറത്തുൽ ഫത്തഹിൻ്റെ അവസാന ആയത്ത് 29-ാമത്തത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് തുടങ്ങുന്നത്, അതിൻ്റെ അവസാനം വരെ ഓതുക, അതും 3 പ്രാവശ്യം. പിന്നീട് നിങ്ങൾ ആയത്തുൽ കുർസി 7 പ്രാവശ്യം ഓതുക. ഇങ്ങനെ ദിവസവും 2 നേരം ഓതിയിട്ട് മന്ത്രിക്കുക. ഏത് വ്യക്തിക്കാണോ ഈ ക്യാൻസർ രോഗം ഉള്ളത്, അല്ലെങ്കിൽ തുടക്കക്കാർക്കായാലും അത് മൂർച്ഛിച്ച അവസ്ഥയിലായാലും വേദനയിൽ കഴിയുന്ന ആളുകൾക്കായാലും ഇങ്ങനെ ഒരു ആഴ്ചയോളം നിങ്ങൾ 2 തവണ വെച്ചിട്ട് ഓതി മന്ത്രിക്കുക. പിന്നെ കൊടുക്കുന്ന ഈ ആയത്ത് 7 പ്രാവശ്യം മന്ത്രിക്കുക. ഈ 7 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആയത്ത് മന്ത്രിക്കേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ ലാസ്റ്റ് ഒരു വാക്കുണ്ട്, അസ്ബഹത്തു കാസിരീൻ എന്ന ഈ ആയത്ത് ഒരു 7 പ്രാവശ്യം അവിടെ എത്തുമ്പോൾ മടക്കി ചൊല്ലുക. അതെന്തിനാന്ന് വെച്ചാൽ ശരീരത്തിൽ വല്ല കുരുക്കളോ മുഴ പോലത്തതോ അല്ലെങ്കിൽ പുണ്ണുകൾ, വായിലൊക്കെ പുണ്ണെന്നറിയില്ല, ഇതൊക്കെ ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇതൊക്കെ ശരീരത്തിൽ നിന്ന് നീങ്ങി പോകാനാണ് ഈ ആയത്ത് ഒരു 7 പ്രാവശ്യം ഓതി മന്ത്രിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് നമ്മുടെ ഇടയിൽ ഈ ക്യാൻസർ രോഗം വന്നിട്ട് വേദനയിൽ സഹിച്ച് കഴിയുന്ന ആളുകളുണ്ട്. ആ രോഗം നമ്മളെല്ലാവരും തൊട്ട് പടച്ച റബ്ബ് കാക്കുമാറാകട്ടെ. വന്ന എല്ലാ ആളുകളുടെയും രോഗം അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. പടച്ചവൻ്റെ ഈ ആയത്തുകൾ കൊണ്ടല്ലാതെ മറ്റ് ഒന്നുകൊണ്ടും നമുക്ക് ഇനി ശിഫ കിട്ടാനില്ല. അപ്പം മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം ഈ ആയത്തുകൾ ഓതി നിങ്ങൾ ഇത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അത് സുഖപ്പെടുക തന്നെ ചെയ്യും. ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇത് തുടക്കമുള്ള ആളുകളുണ്ടാവും, തുടക്കത്തിൽ തന്നെ അത് അറിഞ്ഞ ആളുകളുണ്ടാവും. അതുപോലെ വർഷങ്ങളോളായിട്ട് വേദന സഹിച്ച് കഴിയുന്ന ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുന്നത് അള്ളാഹിൻ്റെ ആയത്തുകളാണ്, ആരും ഇത് ചെയ്യാതിരിക്കരുത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും നല്ലൊരു ഹൈറും ആരോഗ്യം ആഫിയത്തുള്ള ജീവിതം കിട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.